കരുവന്നൂർ ബാങ്കിൽ നടന്ന ക്രമക്കേടുകൾ, കള്ളപ്പണ ഇടപാടിലെ മുഖ്യകണ്ണി സതീഷ് കുമാറുമായി CPM നേതാക്കൾക്കുള്ള ഇടപാടുകൾ ഇതെല്ലാം തുറന്നു പറഞ്ഞത് PR അരവിന്ദാക്ഷനാണ്. അറസ്റ്റിനു മുൻപ് തന്നെ സെപ്റ്റംബർ 14-ന് EDയോട് അരവിന്ദാക്ഷൻ എല്ലാം സമ്മതിച്ചിരുന്നു. 2016-2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ AC മൊയ്തീന് സതീഷ് കുമാർ പണം കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 ലക്ഷം രൂപയുടെ കൈമാറ്റം നടന്നത് 2016-ലാണ്. 2020-ൽ PK ബിജുവിന് 5 ലക്ഷം രൂപ നൽകിയത് താൻ വഴിയാണെന്നും അരവിന്ദാക്ഷൻ എഴുതി നൽകിയ മൊഴിയിൽ പറയുന്നു. തൃശൂരിലെത്തുമ്പോൾ LDF കൺവീനർ EP ജയരാജൻ സതീഷ് കുമാറിനെ കാണുമായിരുന്നു. കൂടിക്കാഴ്ചകളിൽ തന്നെ മുറിക്ക് പുറത്താണ് നിർത്തിയിരുന്നതെന്നും അരവിന്ദാക്ഷൻ പറയുന്നു. MK കണ്ണനുമായും സതീഷ് കുമാറിന് അടുത്ത ബന്ധമുണ്ട്. സഹായം തേടി മന്ത്രി K രാധാകൃഷ്ണന്റെ അടുത്തും സതീഷ് കുമാറിനെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെന്നും അരവിന്ദാക്ഷന്റെ മൊഴിയിലുണ്ട്. നേതാക്കൾക്കെതിരെ ഈ വിവരങ്ങളെല്ലാം കൈമാറിയ ശേഷമാണ് PR അരവിന്ദാക്ഷൻ ED ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകുന്നത്. അതായത് അരവിന്ദാക്ഷനിൽ നിന്ന് എല്ലാം ED അറിഞ്ഞിരുന്നുവെന്ന് പാർട്ടി നേതൃത്വം അറിഞ്ഞതോടെയാണ് പരാതി വന്നത് എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, കരുവന്നൂർ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം വന്നപ്പോൾ സതീഷ് കുമാർ പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായം തേടി എന്നതാണ്. SP ആയിരുന്ന ആന്റണിയെ കാണാൻ താനും ഒപ്പം പോയിട്ടുണ്ടെന്നും അരവിന്ദാക്ഷൻ വെളിപ്പെടുത്തുന്നുണ്ട്. പാർട്ടി നേതാവിന്റെ ഈ മൊഴി പ്രധാന ആയുധമാക്കിയാണ് CPM ഉന്നതരിലേക്ക് കരുവന്നൂരിന്റെ 2ാം ഘട്ട അന്വേഷണം ED മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.